അള്ളാഹുവിന്റെ ഇൽമിലുള്ളതെല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ എത്ര വർഷം മുമ്പ്? 50,000 വർഷങ്ങൾക്ക് മുമ്പ്. മൂന്ന്, അങ്ങനെ എഴുതിയത് ഉണ്ടാവേണ്ട സമയമാകുമ്പോൾ അള്ളാഹുവിന്റെ മശീഅത്ത് ഉണ്ടാവണം, അള്ളാഹു ഉദ്ദേശിക്കണം. ഉദ്ദേശിച്ചാൽ മാത്രം പോലെ 4, അള്ളാഹു അതിനെ ഉണ്ടാക്കണം. അപ്പോഴാണ് മുഴുവൻ സംഗതികളും ഉണ്ടാകുന്നത്. ഖൈറും ശർറുമെല്ലാം അള്ളാഹു ഉണ്ടാക്കിയതാണ്. നമ്മൾ അള്ളാഹുവിന്റെ ഖദർ ഖദാഇൽ വിശ്വസിക്കുന്നത് കൊണ്ടുള്ള ഗുണം മനസ്സമാധാനം. മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ എന്ത് ജീവിതത്തിൽ വന്നാലും എന്തുണ്ടായാലും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അത് ശരി, ഇന്ന് വന്നതിന് ശേഷം ബുക്ക് വരുന്നല്ലേ? ഓക്കെ, ശ്രദ്ധിക്കും. മനുഷ്യന് ഖദർ ഖദാഇലുള്ള വിശ്വാസം നൽകുന്ന ഏറ്റവും വലിയ ഗുണം മനസ്സമാധാനം. ഒരു വിഷയത്തിലും പിന്നെ മനുഷ്യൻ ടെൻഷനടിക്കൂല, ഒന്നിനെയും കുറ്റപ്പെടുത്തൂല, ഒന്നിനോടും അവഗണന വരൂല. എന്താ കാര്യം? കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഏതായത്? ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. പഠിച്ചു നോക്കണം, എപ്പോഴും അത് ഓതിക്കൊണ്ടിരിക്കണം. സൂറത്തു തൗബ 51. സൂറത്തു തൗബയുടെ 51-ാമത്തെ ആയത്ത്. കുല്ലബിയെ നിങ്ങൾ പറയുക, ലൻ യുസീബന, തീർച്ചയായും നമുക്ക് ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, നമ്മുടെ കാര്യത്തിൽ അല്ലാഹു എന്താണോ എഴുതിയത് അതല്ലാതെ. ഹുവ മൗലാന, അവൻ നമ്മളുടെ യജമാനനാകുന്നു. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് മുഅ്മിനുകൾ ആരിൽ ബലമേൽപ്പിക്കും? അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവൻ ആയിരിക്കും. ജയിച്ചു, അള്ളാഹു എഴുതിയതാണ്. തോറ്റു, അള്ളാഹു എഴുതിയതാണ്. രോഗിയായി, അള്ളാഹു എഴുതിയതാണ്. രോഗം ശിഫയായി, അള്ളാഹു എഴുതിയതാണ്. പൈസക്കാരനായി, അള്ളാഹു എഴുതിയതാണ്. ദരിദ്രനായി, അള്ളാഹു എഴുതിയതാണ്. ജിമ്മൻ കല്യാണം കഴിച്ചു, അള്ളാഹു എഴുതിയതാണ്. ചിലപ്പോ ജിമ്മന് മുമ്പേ ജിമ്മന്റെ അനിയൻ കല്യാണം കഴിച്ചു, അള്ളാഹു എഴുതിയതാണ്. ഇതൊക്കെ അല്ലാഹുവില്ല ഖദറും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഖൈറാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അല്ലേ? നല്ലത്, അള്ളാഹുവിന്റെ സ്തുതി. അവൻ നമ്മുടെ വിഷയം എഴുതിയപ്പോൾ എന്തെഴുതി? നല്ലത് എഴുതി. ഖൈറാണെങ്കിൽ അൽഹംദുലില്ലാഹ്. ഇൻ അസ്വാബത്തുഹു സർറാഉ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമുക്ക് ഒരു രസം തരുന്ന എന്തെങ്കിലും അള്ളാഹു തന്നാൽ അൽഹംദുലില്ലാഹ് ഫകാന ഖൈറൻ ലഹു, അതിനും കൂടി അള്ളാഹു നല്ല തരുകയും ചെയ്തു. സ്തുതി പറഞ്ഞപ്പോ അതിനും കൂടി. വഇൻ അസ്വാബത്തുഹു ദർറ, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ സബർ, ക്ഷമിക്കാം. എന്നിട്ട് പറയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളും അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നാണ് തീരുമാനമാണ്. അത് സംഭവിച്ചു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് നോ ടെൻഷൻ, ബിന്ദാസ്. എന്ത് ലൈഫ് എന്ന് പറയാ? ടെൻഷൻ ഫ്രീ. ക്യാപ്സൂൾ കഴിക്കേണ്ട കാര്യമില്ല, ഡോക്ടറെ കാണേണ്ട കാര്യമില്ല. മറിച്ച് യഖീൻ ഉണ്ടാക്കിയാൽ മതി. എന്ത് സംഭവിച്ചാലും എന്റെ റബ്ബ് തീരുമാനിക്കാത്തത് സംഭവിക്കില്ല. ഇനി എന്താ ഭാവിയിൽ നമുക്കുണ്ടാവാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത് നമുക്കൊന്നും അറിയില്ല. അത് ഖൈറാക്കണേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്യും. എന്നിട്ടും ഷർറ് വന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമുക്ക് പറയാനില്ല. അതാണ് ഖദർ ഖദാഇൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചുണ്ടാവുന്ന ജീവിതത്തിൽ കിട്ടുന്ന ഒരു ഗുണം, മനസ്സമാധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളെ മുൻഗാമികളും പിൻഗാമികളും മനുഷ്യരും ജിന്നും എല്ലാം നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി അവരെല്ലാരും ഒരുമിച്ച് കൂടി. എന്നിട്ട് എന്ത് ചെയ്തു? നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാനായി തീരുമാനിച്ചാൽ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക, നിനക്ക് അല്ലാഹു എന്തുണ്ടാവാനാണോ തീരുമാനിച്ചത് അതേ അവർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? കാരണം അവരെ വകയായിട്ടൊന്നും ചെയ്തില്ല. അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്, ഇവരെല്ലാരും കൂടി ഇന്ന് ഒരു ഗുണം നിനക്ക് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത് അവർ ചെയ്തു. ഇനി നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാൻ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി, മനുഷ്യരും ജിന്നും മുൻഗാമികളും പിൻഗാമികളും പലവരും മുഴുവൻ ഒരുമിച്ച് കൂടി. എന്തിനാ? എന്തെങ്കിലും ഷെറുണ്ടാക്കാൻ, ഉപദ്രവം ബുദ്ധിമുട്ടുണ്ടാക്കാൻ. നിനക്കെതിരായിട്ട് അള്ളാഹു എന്താണോ ഉപദ്രവമായി തീരുമാനിച്ചത് അതേ അവർക്ക് ചെയ്യാൻ പറ്റും. വെറും അവർ ചെയ്യും. അതുകൊണ്ട് മുഅ്മിൻ ഒരിക്കലും പേടിത്തൂറിയാവില്ല. ഭീരുത്വം മുഅ്മിനിന്റെ പരിപാടിയിൽപ്പെട്ടതല്ല. പേടിയുണ്ടോ? പേടിയുണ്ടോ? 2 മണി പേടിയുണ്ടോ? എന്തിനാ? പല്ലില്ല. മുഅ്മിനീങ്ങൾക്ക് പേടിയുണ്ടായിക്കൂടാ ഒരിക്കലും, ഒരാളെയും ഒരവസ്ഥയിലും. കാരണം അവരുടെ വിശ്വാസപ്രകാരം എന്തും സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ. അതുകൊണ്ടാണ് സഹാബാക്കള് ജിഹാദിന് പോയി കഅബയെ പിന്നെ ശത്രുക്കൾ അവരെ വെട്ടി അവര് ഷഹീദായി വീഴുമ്പോഴും പറഞ്ഞു ഫുസ്തു ബിറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് സത്യം, ഞാൻ ജയിച്ചിരിക്കുന്നു. അവരുടെ വിശ്വാസം എന്താ? ഒന്നുകിൽ യുദ്ധം ജയിക്കും, അല്ലെങ്കിൽ ഷഹീദായാൽ ആഖിറത്തിൽ ജയിക്കും, സ്വർഗ്ഗം കിട്ടും. രണ്ടായാലും സ്വർഗ്ഗം തന്നെ, ഗുണം തന്നെ. അള്ളാഹു ഷഹീദാവാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ഷഹീദാവും, ഒരു സംശയമൊന്നുമില്ല. ഒരു രണ്ടൊരു കുത്തുകുട്ടാനേ തീരുമാനമുള്ളൂ. ആ 2 കുത്തേ അവർക്ക് കുത്താൻ പറ്റുള്ളൂ, വേറൊന്നും സംഭവിക്കൂല. എന്നിട്ട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം, നീ അറിയണം. വെറുതെ ഇങ്ങനെ ഓരോ ഓർത്ത് ടെൻഷൻ അടിക്കാൻ നിൽക്കരുത്. അങ്ങനെ ആക്കിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ മതിയായിരുന്നു, ആ കോഴ്സിന് പോവാൻ മതിയായിരുന്നു. ചിന്തിക്കണ്ട അങ്ങനെ. അങ്ങനെ പഠിച്ചാൽ മതിയായിരുന്നു, അവിടെ പോയാൽ മതിയായിരുന്നു, അവിടെ പോയാൽ മതിയായിരുന്നു, അങ്ങനെ ഒന്നും വിചാരിച്ചെന്താ കണ്ട. നീ അറിഞ്ഞോളണം, നിനക്ക് കിട്ടാതെ പോയത് എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ലംബ്യക്കും അത് നിനക്ക് കിട്ടാണെന്ന് തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ അതിനനുസരിച്ചിരുന്ന കാര്യം ഭയങ്കര കാത്തു കൊതിച്ചിരുന്നാണ് ഓടിക്കാറ്. നാളെ വിറ്റുപോകും, 2 ലക്ഷത്തെ പോക്കില്ലാവും. ആര് കൊതിച്ചു? നാളെ ഞാൻ ഇന്ന് സ്റ്റാറ്റസ് ഇട്ട ഓടിക്കാർ ഒരുത്തം വന്ന് വാങ്ങും, 2 ലക്ഷം എന്റെ കീശയിലാകും. ആര് വിചാരിച്ചു? ഞാൻ വിചാരിച്ചു. പക്ഷെ ചങ്ങായി വന്നിട്ട് സ്വിഫ്റ്റ് കാറും വാങ്ങിക്കും, 50,000 കീശയിൽ, ബാക്കി 1.5 ലക്ഷം ചെയ്യും. ടെൻഷൻ വെച്ചിട്ടുള്ള കാര്യമുണ്ടോ? ചായ പിടിക്കാതെ നല്ല കാര്യമുണ്ടോ? അത് ഇന്നെങ്കിൽ കിട്ടാൻ തീരുമാനമായില്ല. ചിലപ്പോ 2 കൊല്ലം കഴിഞ്ഞാൽ 4 ലക്ഷം വെച്ച് തരും. എപ്പോ മനസ്സിലായോ? കിട്ടുന്നുണ്ടോ? ഓഹോ, ഇവിടെ തുടങ്ങി പല പരിപാടി. ഇനി എന്തെങ്കിലും കിട്ടിയാലോ അമിതമായിട്ട് സന്തോഷിക്കൊന്നും വേണ്ട. നിന്റെ കഴിവുകൊണ്ടൊന്നല്ല, അത് നിനക്ക് കിട്ടേണ്ടതായിരുന്നു, അതുകൊണ്ട് കിട്ടി. അള്ളാന്റെ ഖദായിൽ കിട്ടണമെന്നുണ്ട്, കിട്ടി. അള്ളാന്റെ ഖദായിൽ കിട്ടേണ്ടതാണുള്ളത്. 18 പണിയെടുത്താലും ഇല്ല. ഈ ചിന്ത ഉണ്ടെങ്കിൽ സമാധാനം. വേറെ തൊണ്ടയാണ്. ഷഹദൊരു പെണ്ണെ കെട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ച് 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 ഉപ്പാനോട് പറയാൻ കാത്തു നിന്നതാണ്. ഉപ്പാനടുത്ത് എത്തി ഉപയോഗിക്കുന്നവരോട് ഒരു പെണ്ണ് പറയുമ്പോൾ ഓള് കെട്ടിട്ട് പോയിരുന്നു. ടെൻഷനടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം ഓളെ നിന്റെ തലയിൽ അള്ളാഹു എഴുതിയിട്ടില്ല. എന്ത് പണിയെടുത്താലും ഓളെ കിട്ടില്ല. നല്ല പെണ്ണെ കിട്ടാൻ ആഗ്രഹിക്കാമോ? ദുആ ചെയ്യണോ? ദുആ ചെയ്യണം, ആഗ്രഹിക്കണം, ദുആ ചെയ്യണം. നോക്കാമോ? അതിന് പറ്റൂല. ആഗ്രഹിക്കാം. ഒരു നല്ല തീരുള്ള പെണ്ണെ കണ്ടു, വിചാരിച്ച് കണ്ടുപോയി, എന്നിട്ട് നമ്മളെ പറ്റി കേട്ടു, അപ്പൊ തന്നെ വിശാലിന്റെ തലയിൽ 2 പൊട്ടി.
ഓളൊന്ന് കിട്ടിയാൽ കൊള്ളാമല്ലോ, ഉടനെ തന്നെ ദുആ ചെയ്യും. അല്ലാഹുവേ ആ പെണ്ണ് എനിക്ക് ഇഷ്ടമായി, എനിക്ക് ഹൈറാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, മോളെ ദുആ ചെയ്യണം. ചോദിച്ചിട്ട് തന്നെ വാങ്ങണം. മോനെ നല്ല പെണ്ണെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ മരിക്കും ഞാൻ. നല്ലോണം ദുആ ചെയ്തോണ്ട് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടാ സമയമായോ, ദുആ തുടങ്ങിക്കോ, സമയമാകുമ്പോ അള്ളാഹു തരുള്ളൂ. എത്ര വയസ്സേടാ, കുറെ തുടങ്ങിക്കോ. അള്ളാഹുവെ മടക്കി നല്ലൊരു ദീനുള്ള സൗന്ദര്യമുള്ള നല്ല പൈസക്കാരിൽ കൊണ്ട് തന്നെ എനിക്ക് കെട്ടിച്ചേരണേ. ആരാ വേണ്ടത്, ഏത് സമയത്താ വേണ്ടത് ഉള്ളക്കറിയാം. ആ സമയമാകുമ്പോ കൃത്യമായിട്ട് തരും. പക്ഷെ ദുആ നമ്മൾ കളയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടിയിരിക്കും, ഇല്ലേ കിട്ടൂല. അതുകൊണ്ട് ഇനി അഥവാ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, നമ്മളെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, പക്ഷെ അതല്ല ഉണ്ടായത്. അപ്പൊ നമ്മൾ പറയും, പക്ഷേ അത് ഇങ്ങനെ ആക്കിയെങ്കിൽ അങ്ങനെ ആവുമായിരുന്നു, വെറുതെ ഇങ്ങനെ നമ്മളാക്കിപ്പോയി, അല്ലെങ്കിൽ അത് അങ്ങനെ ആക്കിയില്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ നമ്മളെന്ത് ചെയ്യും, അസ്ബാബുകൾ ഇങ്ങനെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ലാ തഖൂലൂ ലൗ, ലൗ എന്ന് നിങ്ങൾ പറയരുത്. ഇങ്ങനെയായിരുന്നെങ്കിൽ ഇതിലെ പോയാൽ മതിയായിരുന്നു, അതിലെ പോയോണ്ടല്ല എങ്ങനെയായത് പറയുന്നത്. മറിച്ചുകളെന്ന് പറയണം, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. അതാണ് ഖദറിലുള്ള വിശ്വാസമുള്ള മുഅ്മിനിന്റെ അവസ്ഥ. അള്ളാഹു തീരുമാനിച്ചു, അവൻ എന്താണോ തീരുമാനിക്കുന്നത് അതവൻ ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്തോളുക, ഹൈറാണെങ്കിലും ഷർറാണെങ്കിലും ഏറ്റെടുത്തോളാം. അതിന്റെ അപ്പുറത്ത് നമുക്ക് അള്ളാഹനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. കാരണം നമുക്ക് എന്താണ് ഹൈർ എന്നറിയുന്നവൻ അള്ളാഹുവാണ്. എന്ത് എപ്പോഴാണ് നമുക്ക് ഹൈർ അറിയുന്നത് അള്ളാഹുവാണ്. നമ്മളെന്ത് ചെയ്താൽ മതി, ഒരടിമപ്പെട്ട് അനുസരിച്ച് വഴിപ്പെട്ട് ഇങ്ങനെ ഒന്ന് പോയി കൊടുത്താൽ മതി, ബാക്കി അള്ളാഹു ചെയ്യും. മനസ്സിലായില്ല? അപ്പൊ ഇൽമുല്ലാ, കിതാബത്തുല്ലാ, മശീഅത്തുല്ലാ, ഖൽഖുല്ലാ, ഇതാണ് അൽ ഈമാനു ബിൽ ഖദർ. മനസ്സിലായോ? ഖദറിന്റെ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്നും പിരിഞ്ഞു പോയത് രണ്ട് ടീംസാണ്. ഒന്ന് ഖദരിയ്യ, രണ്ട് ജബരിയ്യ. എന്താണ് ഖദരിയ്യകൾ അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താവാനുള്ള കാരണം? അവരുടെ വാദപ്രകാരം എല്ലാം അള്ളാഹു നേരത്തെ തീരുമാനിച്ച് വെച്ചതാണ്. മനുഷ്യനെ അതിൽ യാതൊരു കൈകടത്തലുള്ള മനുഷ്യൻ വെറും ഒരു യന്ത്രമാണ്. മനസ്സിലായോ? നേരത്തെ അള്ളെല്ലാം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് മനുഷ്യൻ ഇങ്ങനെ പോകുന്നു. അത് തെറ്റ് ചെയ്താലും നന്മ ചെയ്താലും ഇതൊക്കെ അള്ളാന്റെ ഖദറാണ്. മനുഷ്യനെ അതിന് കുറ്റം കിട്ടാനൊന്നും ഇല്ല. അവിടെ കണ്ടുപിടിച്ചാലും പെണ്ണുപിടിച്ചാലും മയക്കുമരുന്ന് പിടിച്ചാലും അവിടെ പോവില്ല. അവരെ വിശ്വാസപ്രകാരം അതെങ്ങനെ നരകത്തിന് പോകാൻ പറ്റും? അള്ളാഹു നേരത്തെ തീരുമാനിച്ചല്ലേ, അതുകൊണ്ട് ഉണ്ടായതല്ലേ. ഇത് പറഞ്ഞുകൊണ്ട് ഖദരിയ്യാക്കൾ പുറത്തായി. ജബരിയ്യാക്കൾ എന്ന് പറഞ്ഞു, ഞാൻ ഓപ്പോസിറ്റ്. അള്ളാഹു അങ്ങനെ ഖദറൊന്നുമില്ല. മനുഷ്യനൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആ സമയത്ത് മനുഷ്യനങ്ങ് ചെയ്യുന്നതാണ്. അഹ്ലുസുന്ന വൽ ജമാഅ രണ്ടിന്റെയും ഇടയിലാണ്. അവരെന്ത് പറഞ്ഞു? എല്ലാം അള്ളാഹു ഖദറാക്കിയിട്ടുണ്ട്, മനുഷ്യൻ എന്തുണ്ട് ആ സമയത്ത് അവന്റെ ഇഖ്തിയാറുണ്ട്. ഒരു ഗ്ലാസ്സിൽ പാലുണ്ട്, മറ്റേ ഗ്ലാസ്സിൽ കല്ലുണ്ട്. ഏതാ ഫസ്റ്റ് എടുക്കസിനാണ്? കല്ലെടുത്തിട്ട് പറഞ്ഞാൽ എന്താ ഖദറാക്കിയല്ലേ? പറ്റുമോ? ഇല്ല. അതിലേത് ചൂസ് ചെയ്യണം? നമുക്കൊരു ഇഖ്തിയാറുണ്ട്. ആ ഇഖ്തിയാറും ആര് തീരുമാനിച്ചിട്ടുണ്ട്? അള്ളാഹു. അത് നമുക്കറിയില്ല. അതുകൊണ്ട് ഖദറിനെ പറ്റി കൂടുതൽ ചിന്തിക്കരുത്, പഴിച്ചു പോകും, തീന്ന് പുറത്തായി പോകും. എന്ത് ചിന്തിച്ചാൽ മതി? എന്നോട് എന്റെ റബ്ബ് ഇന്നത് ചെയ്യാൻ പറഞ്ഞു, ഇന്നത് ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഇന്നത് ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു, ഇന്ന് ചെയ്താൽ നരകം കിട്ടുമെന്ന് പറഞ്ഞു. എങ്കിൽ സ്വർഗം കിട്ടുന്ന ചെയ്യാം, നരകം കിട്ടുന്ന ചെയ്യാതിരിക്കാം. അപ്പൊ മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, പിന്നെന്താ ഇതിനെന്താ കാര്യം? എല്ലാം ചെയ്തിട്ട് അവസാനം സ്വർഗം നരകത്തിലാണെങ്കിലോ നമുക്കറിയില്ലല്ലോ, എന്താണെന്ന് അറിയില്ലല്ലോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പക്ഷേ കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹ്. എന്തിനാണോ അള്ളാഹു ഒരുത്തനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ വഴി അള്ളാഹു അവര് എളുപ്പാക്കി കൊടുക്കും. അതുകൊണ്ട് ദീനിന്റെ വഴിക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലായിക്കോ, അള്ളാഹു നല്ലതാണ് എഴുതിയിട്ടുള്ളത്. എത്ര വിചാരിച്ചിട്ടും ദീനിയാവാൻ പറ്റുന്നില്ല. അള്ളാഹു ആകട്ടെ.
വിശ്വാസം ശരിയാവുന്നില്ല, നിസ്കാരം ശരിയാവുന്നില്ല, ദിക്റില്ല, ഖുർആനോത്തില്ല, വിചാരിക്കുന്നുണ്ട് സ്വഭാവം ശരിയാക്കണം, കൂട്ടുകെട്ട് ശരിയാക്കണം, തോന്നിവാസം ഒഴിവാക്കണം, ഹറാം ഒഴിവാക്കണം, പക്ഷെ സാധിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷെ അവൻ സൃഷ്ടിക്കപ്പെട്ടത് നരകത്തിന് വേണ്ടിയാവാം. അതുകൊണ്ടായിരിക്കും നരകത്തിലേക്കുള്ള വഴി അവന് എളുപ്പമായി തോന്നുന്നത്. മനസ്സിലായോ? മുഅ്മിനിന് എപ്പോഴും സ്വർഗത്തിന്റെ വഴിയോട് താല്പര്യവും നരകത്തിന്റെ വഴിയോട് വെറുപ്പുമായിരിക്കും. അത് ഈമാന്റെ അടയാളമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളോട് ദേഷ്യമായിരിക്കും. അള്ളാഹു പറഞ്ഞു ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്ത്, ഏതാ واعلموا ان فيكم رسول الله ليطيعكم في كثير من الامر عنتم ولكن الله حبب اليكم الايمان وزينه في قلوبكم. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ഈമാനിനോട് ഇഷ്ടം തന്നു. ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് പ്രത്യേകം താല്പര്യം. നിസ്കരിക്കാൻ ഇഷ്ടം, ഖുർആൻ ഓതാൻ ഇഷ്ടം, നല്ല കൂട്ടുകാരെ ഉണ്ടാക്കാനാണ് ഇഷ്ടം, നല്ലത് കാണാനും പറയാനും ചെയ്യാനും ഇഷ്ടം. അതേ സമയത്ത് ചീത്തയായ കാര്യങ്ങളോട് വെറുപ്പ്, ഹറാമിനോട് വെറുപ്പ്, മോശമായ കൂട്ടുകെട്ടിനോട് വെറുപ്പ്. അത് കിട്ടിയവൻ അവനാണ് നിർമ്മാണം പ്രാപിച്ചവൻ. അപ്പൊ ഇതാണ് അർക്കാനുൽ ഈമാൻ. അൽ ഈമാനു ബില്ലാഹ് വൽ ഈമാനു ബിൽ മലായിക വൽ ഈമാനു ബിൽ കിതാബ് വൽ ഈമാനു ബിൽ മുർസലീൻ വൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ والقدر خيره وشره من الله تعالى. ഈ 6 കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, എന്താണ് അതിലുള്ള നമ്മളുടെ ഈമാൻ നമ്മൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി മറാത്തിബുദ്ദീനിന്റെ 3ാമത്തെ ഭാഗം അൽ ഇഹ്സാൻ. ആദ്യത്തേത് ഇസ്ലാം, 2 അൽ ഈമാൻ, 3 അൽ ഇഹ്സാൻ. ആദ്യം മുസ്ലിം ആവണം, അത് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. പിന്നെ മുഅ്മിനാവണം, അത് ഈ 6 കാര്യങ്ങൾ കൃത്യമാക്കിക്കൊണ്ടാണ്. പിന്നെ മുഹ്സിനാവണം, അതൊരു കാര്യമാണ്. ഇഹ്സാന്റെ റുക്ൻ 1. എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അൽ ഇഹ്സാൻ യാ അല്ലാഹ് الإحسان. أن تعبد الله كأنك تراه. أن تعبد الله كأنك تراه وإن لم تكن تراه. ഹലോ, അതെ, ആ 14 ഞായർ അടുത്ത ആഴ്ച അപ്പുറത്തെ ആഴ്ച അല്ലേ? ടൈമെപ്പോഴാ? تعبد الله كأنك تراه ولا فعل فإن لم تكن تراه وإن لم تكن تراه فإنه يراك. വായാണോ 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 നാട്ടൂർ എന്താ മുപ്പര് പേര് പറഞ്ഞു? ശരി, أنك تراه فإن لم تكن تراه فإنه يراك. ഇതാണ് ഇഹ്സാൻ. ഇഹ്സാന്റെ ഏറ്റവും ടോപ്പ് ലെവൽ ഈമാനിന്റെ അല്ലെങ്കിൽ ദീനിന്റെ മുഹ്സിനായിട്ട് വേണം ഇരിക്കാൻ. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. 2 മർത്തബകളാണ് ഇഹ്സാൻ. ഒന്ന്
المشاهدة المشاهدة മുഷാഹദ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ കാണുക. അതാണ് ഇഹ്സാന്റെ ഒരു റുക്നിന്റെ ആദ്യത്തെ ഭാഗം സൂചിപ്പിക്കുന്ന അർത്ഥം. അൻ തഅബുദല്ലാഹ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. കഅന്നക തറാഹു, നീ നിന്റെ കണ്ണുകൊണ്ട് അവനെ കാണുന്നത് പോലെ. അല്ലാഹുവിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? പറ്റും. സ്വർഗത്തിൽ ദുനിയാവിൽ പറ്റില്ല. സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ലിഖാഅ് ഉണ്ടാകും. മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ റുഅ്യ, കണ്ണുകൊണ്ട് നമുക്ക് അല്ലാഹുവിനെ കാണാൻ സാധിക്കും. അല്ലാഹു നസീബാക്കട്ടെ. ദുനിയാവിൽ അല്ലാഹുവിനെ കാണാൻ ആർക്കും സാധ്യമല്ല. അല്ലാഹുവിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ സൂഫികൾ പറയും നമ്മൾ കണ്ട്, ഇന്ന ശൈലി കണ്ട് എന്നൊക്കെ. ഏതല്ലാഹു കണ്ട ഒരാളല്ലേ സ്വപ്നത്തിൽ കാണാൻ പറ്റുള്ളൂ. ഇന്നത്താണ് കാണാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ പറ്റുമോ? പറ്റും. നബിയെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇത് നബിയാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്കിപ്പം കഴിയില്ല. സഹാബാക്കൾക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം എന്താ? നബിനെ നേർക്ക് നേരെ കണ്ടവരാണ്. നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റൂല. പക്ഷേ ഹദീസിൽ വന്നിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രൂപം അത് കൃത്യമായും പഠിച്ച ഒരാൾക്ക് കണ്ടാൽ ഇത് നബിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. കാരണം ശൈത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോലത്തിൽ ഒരിക്കലും രൂപത്തിൽ വരില്ല. പക്ഷെ വേറെന്തെങ്കിലും കോലത്തിൽ വന്നിട്ട് നബിയെ നേർക്ക് നേരെ കാണാത്ത ആളുകളെ ശൈത്താൻ പറ്റിക്കും. ഓന്റെ ഈമാനെ തകർക്കാൻ. മുമ്പിന്റെ പറയാൻ തുടങ്ങും, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു, നമ്മുടെ ലെവല് മാറി, ഇനി നമുക്ക് നിസ്കാരമൊന്നും വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ശൈത്താൻ അവനെ കൊണ്ടുപോകാൻ ശൈത്താൻ എന്തെങ്കിലും കോലത്തിൽ വന്നിട്ട് ഇത് നബിയാണെന്ന് തോന്നിപ്പിക്കും. അത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമ അള്ളാഹുവിനെ നേർക്ക് നേരെ കാണുന്ന പോലെ അത്ര സൂക്ഷ്മതയിലും സമാധാനത്തിലും അത്ര എന്താ പറയാ ഡിസിപ്ലിൻ. എന്തെന്തർത്ഥം? ശ്രദ്ധയോടുകൂടി വേണം വിഭാഗത്തുകൾ ചെയ്യാൻ. അള്ളാഹുവിനെ നേർക്ക് നേരെ കാണുന്ന പോലെ. സ്കൂളിൽ പ്രിൻസിപ്പൾ വരുമ്പം ഒരു ഇതുണ്ട്, ക്ലാസ് ടീച്ചർ വരുമ്പം വേറെ ആയിരിക്കും. ഇതില്ലേ ഡ്രിൽ മാഷില്ലേ, ഏത് ഗെയിമിൽ മറ്റെല്ലാം കൊണ്ടുവന്ന മാഷില്ലേ, എന്താ പറയുക, PT. അയാളെ വരുമ്പോ ഇങ്ങനെ കുട്ടികൾ പ്യൂള് വരുമ്പോഴോ ഇതൊക്കെ വ്യത്യാസമില്ലേ? ഓരോരുത്തർ വരുമ്പോ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യുമ്പോ അള്ളാഹുടെ നേർക്ക് നേരെ കാണുന്ന ഒരു മാനസികാവസ്ഥ കിട്ടിയാൽ ഒരാളും ടോപ്പ് ഈമാനിന്റെ പെട്ടെന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇല്ലം തകുൻ തറാഹു, ഇനി നീ അവനെ കാണുന്നില്ലെങ്കിൽ ഫഇന്നഹു യറാക. അതാണ് ഇഖ്ലാസ്. അവൻ എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധത്തിലെങ്കിലും ഇബാദത്ത് ചെയ്യണം. മനസ്സിലായോ? അത് രണ്ടാമത്തെ ലെവലാണ് ഇഹ്സാന്റെ. ഒന്ന് മുശാഹദ, നേർക്ക് നേരെ കണ്ടുകൊണ്ടുള്ള ഇബാദത്ത്. രണ്ട് ഇഖ്ലാസ്, അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അല്ലാഹ് എന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. ഇവർക്ക് പറയുന്ന പേരാണ് മുഹ്സിൻ. നമ്മള് ഏത് ലെവലിലായി ഇപ്പോൾ നമ്മളെ ഇബാദത്ത്? ഒരു ലെവലിലും എത്തിയില്ല. നേർക്ക് നേരെ അള്ളാഹനെ കാണുന്ന പോലെയോ അല്ല, നമ്മളെ അന്ന് കാണുന്നുണ്ട് എന്നുള്ള ബോധവും നമ്മൾ ഇബാദത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിലോ. ഇത് വെറും നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, എല്ലാം ജീവിതം മുഴുവൻ നമ്മൾ അള്ളാഹനെ നേർക്ക് നേരെ കണ്ടുകൊണ്ടാണ് 24 മണിക്കൂർ ജീവിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളെ ലൈഫ്? അതുപോലെയാവണം 265 ദിവസം, അല്ലെങ്കിൽ മരിക്കുന്നവരെയും. മുഹ്സിനുകളുടെ അങ്ങനെയായിരിക്കും. കാരണം അവരെന്ത് ചെയ്യില്ല, ഖുൽവത്തിൽ പോലും ഹറാമ് ചെയ്യൂല. ഒറ്റയ്ക്കിരിക്കുമ്പോ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മുഹ്സിനേ അല്ല. മനസ്സിലായോ? സാധാരണ തെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാ
ആരും കാണൂല, ആരും കേൾക്കൂല. അത് കാണുമ്പോഴായിരിക്കും നമ്മൾ സിനിമ കാണുക, പാട്ട് കേൾക്കുക, പിന്നെ പെൺപിള്ളേരെ വിളിക്കുക. ഇതിനാണെന്താ ചിരിച്ചത്? വേറെ ആരും ചിരിച്ചില്ല, നീ മാത്രം ചിരിച്ചതിന്റെ കാരണം എന്താ? ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. പെൺപിള്ളേരെ വിളിക്കാന്ന് പറയുമ്പോൾ ഒരു ചിരി. ഓന്റെ ഉപ്പയും ഉമ്മയും കാണുമ്പോൾ നമ്മൾ വിളിക്കുമോ? മുസ്തോച്ച് വരുമ്പോ സിനാനിങ്ങനെ സൗമ്യത പറവത്തെ എന്തെല്ലാം പറയാ? ഇല്ലല്ലോ. മുസ്തോച്ച് കാണുന്നില്ലെങ്കിലോ? ഇല്ല. മനസ്സിലായില്ലേ? ഒറ്റക്കിരിക്കുമ്പോ അള്ളാനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരാണ് മുഴുവൻ വിളിക്കാൻ പറ്റുമോ? ചാറ്റ് ചെയ്യാൻ പറ്റുമോ? ചാറ്റിങ് പറ്റുമോ? അതും ഹറാമാണ്. പിന്നെ എന്ത് വണ്ണാകട്ടെ പ്രേമം ഉണ്ടാനും പറ്റൂല, ചാറ്റ് ചെയ്യാനും പറ്റൂല, കാണാനും പറ്റില്ല. ഇതെന്തിന് പ്രേമിക്കുന്നു? ഇത് ഹറാമായത്. എല്ലാം കഴിച്ചു കഴിഞ്ഞാലോ ഹലാലായി, പിന്നെല്ലാം പറ്റും. അതുകൊണ്ട് കല്യാണം വരെ മോനെ കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവരും കല്യാണം പെട്ടെന്ന് നടത്തുന്നുണ്ട്. 9ാം ക്ലാസ്സിലാണ് ചങ്ങായി പഠിക്കുന്നത്. അപ്പൊ ഇഹ്സാൻ, മുഹ്സിനാവണം. പറയുന്ന ഞാനടക്കം മുഹ്സിനാവാൻ ശ്രമിക്കണം. ആൾക്കാരുടെ മുമ്പിൽ നന്മ ചെയ്യൽ ഈസിയാണ്, തിന്മ ചെയ്യാതിരിക്കലും ഈസിയാണ്. പക്ഷെ ഇതൊന്നും അല്ലാത്ത സമയത്ത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത, അല്ലാഹുവിന്റെ മഖാമിനെ പേടിക്കുന്നവർക്ക് 2 സ്വർഗ്ഗമുണ്ട്. അത് ഇഹ്സാന്റെ കൂലിയാണ്. അല്ലാഹു ആരെന്നുള്ള ബോധം ഉണ്ടായി പേടിയുണ്ടെങ്കിൽ എവിടെയും എപ്പോഴും ഏതവസ്ഥയിലും അവൻ സൂക്ഷിക്കുന്നവരായിരിക്കും. കാരണം നേരത്തെ നേരെ കാണുന്നുണ്ട്. ഇനി അത്ര ലെവലില്ലെങ്കിലും അല്ല എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധമെങ്കിലും ഉണ്ടാവണം. ഇഹ്സാന്റെ ലെവൽ. ഇപ്പൊ എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനാണ്, പക്ഷെ എല്ലാ മുഅ്മിനും തിരിച്ചു വേണം. എല്ലാ മുഅ്മിനീങ്ങളും ആരാണ്? മുസ്ലിമീങ്ങളാണ്. മുസ്ലിമായിട്ടേ മുഅ്മിനാവാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനാവണമെന്നില്ല. നിസ്കാരക്കാരനായിരിക്കും, പക്ഷെ അള്ളാഹിനെ പറ്റി വിശ്വാസം ശരിയുണ്ടാവില്ല. നോമ്പെടുക്കുന്നുണ്ടാവും, നിസ്കരിക്കുന്നുണ്ടാവും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, ഹജ്ജ് വർഷാവർഷം ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിനെ കൊണ്ട് അവരുടെ അഖീദ ക്ലിയർ ആവണമെന്നില്ല. മുഅ്മിനായില്ല, മുസ്ലിമേ ആയിട്ടുണ്ട്. മുസ്ലിമായിട്ട് മാത്രം കാര്യമില്ല, മുഅ്മിനും ആവണം. എല്ലാ മുഅ്മിനും മുസ്ലിമായിരിക്കും, പക്ഷെ എല്ലാ മുസ്ലിമും മുഅ്മിനാവണമെന്നില്ല. എല്ലാ മുഹ്സിനും മുഅ്മിനായിരിക്കും. കാരണം ഈ മുഅ്മിനായിട്ട് എന്താവാൻ പറ്റും? മുസ്ലിമാവാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാ മുഅ്മിനും മുഹ്സിനാവണമെന്നില്ല. മനസ്സിലായോ? കുല്ലു മുസ്ലിം മുഅ്മിനിൻ മുസ്ലിമുൻ വലൈസ കുല്ലു മുസ്ലിമിൻ മുഅ്മിൻ. ഇതാണ് ഉസൂൽ. എല്ലാ മുഅ്മിനും മുസ്ലിമാണ്, പക്ഷെ എല്ലാ മുസ്ലിമും മുഅ്മിനാവണമെന്നില്ല. വകുല്ലു മുഹ്സിനിൻ മുഅ്മിനുൻ വലൈസ കുല്ലു മുഅ്മിനിൻ മുഹ്സിനൻ. എല്ലാ മുഹ്സിനും മുഅ്മിനാണ്, പക്ഷെ എല്ലാ മുഅ്മിനും മുഹ്സിനാവണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രമിക്കേണ്ടത് എന്താവാനാണ്? മുഹ്സിനാവാൻ. ഒരുത്തൻ ശ്രമിച്ചാൽ 3 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്താണ്? 1 ആഗ്രഹം, അൽ ഹിർസ്. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എയിം എന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? എനിക്കതാ ഞാൻ കോളേജിൽ പോകും. ദുനിയാവിലെ ജീവിതത്തിൽ ഒരു എയിം ഉണ്ടാവണ്ടേ? നിങ്ങൾക്ക് എന്താ ആഗ്രഹം? ഒന്നുമില്ല. TVS തെക്ക് വടക്ക് സർവീസ്, എഞ്ചിനീയർ, ഇതെന്താ? നിങ്ങൾക്കോ? ഉപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. വിശ്വസിക്കോ? നീ അതല്ല നഴ്സ്. ഈ ആണിനും പെണ്ണിനൊക്കെ നഴ്സ് ഉണ്ടാവില്ലേ? നഴ്സിംഗ് ഓഫീസർ ഓഫീസർ പോലെ. ശരി, സൂചി വെക്കണ്ട, സൂചിനെ വെക്കും. നിങ്ങക്ക് കാലോചോടം അതോ തുടങ്ങി? നിങ്ങക്കെന്താ? നിങ്ങൾക്കോ എന്തിന്റെ എന്താ ജോലി ചെയ്യാ? വണ്ടി ശരിയാക്കാം. നിങ്ങൾക്കോ എന്താ പറയുക?
ഏത് എന്നുവെച്ചാല് സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റത്തിന്റെ അങ്ങനെ അത് വേണോ കമ്പ്യൂട്ടർ ഹലോ എന്ത് ബിസിനസ് അല്ല എന്തിന്റെ കച്ചവടം ആഗ്രഹിക്കുന്നത് അത് തീരുമാനിച്ച നിന്റെ ഉപ്പാക്ക് എന്താ മൊബൈൽ ഉപ്പ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ നോക്കിയിരിക്കണം അതാണ് അവന്റെ ഇഷ്ടം ജിമ്മനോ എന്തിന്റെ എല്ലാവരും പൂർത്തിയാക്കി തരട്ടെ ദുനിയാവിലും നമുക്ക് എയിമുകൾ വേണം ദുനിയാവിന് ലക്ഷ്യമില്ലാണ്ട് ഇങ്ങനെ വെറുതെ എന്തെങ്കിലും പഠിക്കുക എങ്ങനെയെങ്കിലും നമുക്ക് ലക്ഷ്യമില്ലാത്ത പഠിപ്പാണെങ്കിൽ ഇപ്പൊ ഡ്രോപ്പ് ചെയ്തോ ഒരു ലക്ഷ്യമില്ലാത്ത പഠിപ്പിനായി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കാരണം ലാഭ്യ അല്ല അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പൈസ എല്ലാം വെറുതെ പാഴാക്കുന്ന പൈസയാണ് എനിക്ക് കുറ്റം കിട്ടും ഒരു എയിമുണ്ടാവണം അത് പൂർത്തിയാക്കണം പക്ഷെ ആഹ്റവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ എന്താണ് എയിം മുഹ്സിനായി ജീവിക്കണം മുഹ്സിനായി മരിക്കണം ജന്നത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ലാസ്റ്റ് എത്തണം ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ആ ഹിർസ് വേണം ആഗ്രഹം വേണം ദുനിയാവിൽ നമ്മുടെ മുമ്പത്തെ എയിം ഉണ്ടെങ്കിൽ നമ്മളതിന്റെ ബാക്കിൽ എന്ത് ചെയ്യും പരിശ്രമിക്കും കഷ്ടപ്പെടും ചിലപ്പോ ഇപ്പൊ MBBS കാരനാവാൻ ആഗ്രഹിച്ചിട്ട് 4 പ്രാവശ്യം എഴുതിയിട്ട് പൊട്ടിയെടുത്തില്ല 5ാമത്തെ പ്രാവശ്യം പക്ഷെ വയസ്സത്രയുമായി ഇപ്പൊ MBBS പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് 4 പ്രാവശ്യം പൊട്ടിപ്പോയി പക്ഷെ ഓരോ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ MBBSന്റെ അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയാ MBBS മുമ്പ് പോകുന്നൊരു കോഴ്സില്ലേ നീറ്റ് അതെല്ലാം ബൈഹാർട്ടാണ് ബുക്സ് ഫുള്ള് ബൈഹാർട്ടായി 4 കൊല്ലായില്ലേ പഠിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ ഇത് കിട്ടുന്നില്ല 5ാം പ്രാവശ്യം കിട്ടി ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ പാഷൻ എന്തു സഹിക്കും എന്ത് ത്യാഗവും സഹിക്കും എയിമുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആശ്രത്തിന് എയിമില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത് ശ്രമിക്കാത്തത് അതുകൊണ്ടാണ് സുഖക്ക് സിനാലിപ്പോ സുഖമായിട്ട് വണ്ടിയിൽ എത്തിയില്ല എന്താ വെള്ളിയാഴ്ച പിന്നെ എല്ലാ സുഖത്തും വരുന്നുണ്ട പിന്നെ റസീനി പിന്നെ സുഖത്ത് വേണ്ട ഒല്ല ഒലിയായ അമ്മാന്റെ വലിയ ആളായി സുഖം കളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എണീക്കലില്ല എണീക്കാതല്ല എണീക്കലുണ്ടോ എത്ര മണിക്ക് ആ പരീക്ഷ പേപ്പറിൽ കൊണ്ട് വരുത്തില്ല മഴയോ വരെ കാറില്ലേ ഒരു ചെറിയ കാറുമായിട്ടാണ് കൊണ്ടേക്കണം പള്ളിയിലേക്ക് വരാനായിട്ട് എന്തിനാ ഈ പൈസ എന്തിനാ പിന്നെ പോണം ഒറ്റക്കാരുണ്ടോ ഇല്ലെന്നാലും ഇവിടെ കൊണ്ടുവരും ജിമ്മ പിന്നെ സുബഹി കാണലില്ല എപ്പോഴൊക്കെ ഒരിക്കൽ കണ്ടാലായി എന്താണ് ഈ കത്ത് രാവിലെ വരുന്നുണ്ടോ ഉണ്ടാണോ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല എനിക്കിപ്പോ ലീവാ പിന്നെ പെണ്ണ പള്ളിയിലേക്ക് വരണ്ട മറക്കരുത് ഒന്ന് തുള്ളിയാ പള്ളിയിൽ 1ാമത്തെ സ്റ്റെപ്പിലാ പോകല് എന്നാലും വരൂല എന്താ വരാത്ത കളിക്കണ്ട ഒരു ഉമ്മ കൃത്യമായിട്ട് നിസ്കരിക്കൂലേ എണീക്കൂലേ പിന്നെ എനിക്ക് എത്ര അടിച്ചിട്ട് വന്നാല് ഇവനോ താമക്കാലം വരുത്തണ്ട ഇപ്പൊ എണീക്കലുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും ഉറക്കല്ലേ അപ്പൊ അറിയില്ലല്ലോ എന്നാലും നമ്മൾ കാണുള്ളൂ ഉപ്പുള്ളപ്പോ നിങ്ങൾ വരുന്നുണ്ടോ ഉപ്പുണ്ടെങ്കിലേ ഇപ്പൊ വല്ല പോലെ 10 കിലോമീറ്റർ അപ്പുറത്ത് അതുകൊണ്ട് പിന്നെ വരാൻ ബുദ്ധിമുട്ടായ കൊണ്ടുവരില്ല വിശാലുണ്ടാവില്ല സുബഹ് കൃത്യമായിട്ട് നിസ്കരിക്കുന്ന മുമ്പിലാണ് നിസ്കരിക്കാത്തവൻ
സുന്നത്ത് ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നവൻ മുനാഫിഖാണ്. എന്തുകൊണ്ടാണ് രാവിലെ എണീക്കാൻ പറ്റാത്തതറിയോ? ഉറങ്ങാൻ എത്ര മണിക്കാൻ? 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഞാൻ നോക്കിയിട്ടുണ്ട്. അവന്റെ ലാസ്റ്റ് സീൻ 2 മണിക്കാൻ കാണില്ല. 10 മണിക്ക് ഉറങ്ങുന്നുണ്ട്. 2 മണിക്ക് ഉറങ്ങിയാൽ പിന്നെ എങ്ങനെ 5 മണിക്ക് എണീക്കാൻ പറ്റുക? ഏറ്റവും സുഖമുള്ള സമയമാകും അപ്പോഴത്തേക്ക് ഉറക്കിന്റെ. 10 ഉറങ്ങണം. 10 ഉറങ്ങാൻ പറ്റിയാൽ വാഹത്തായിട്ട് എണീക്കാൻ പറ്റും. 11, 12, 1, 2, 3, 4, 6 മണിക്കൂർ ഉറക്കി കിട്ടി. ബോഡി ഫുൾ ക്ലിയർ ആയി. രാത്രിയിലെ പരിപാടിയൊക്കെ നടക്കുന്നത് ബോഡിയിൽ നല്ല ഉഷാറായിട്ട്. പിന്നെ അടുത്ത ദിവസം ഉറങ്ങലായി. സുഖമായിട്ട് എണീക്കാം. നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉറങ്ങിക്കോട്ടോ. രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് ആരോഗ്യത്തെ ബാധിക്കും, ഭയങ്കരമായിട്ട് ബാധിക്കും. അതിന് രാത്രിയിലെ യാത്ര ഒഴിവാക്കാൻ പോകണം. രാത്രി ഉറങ്ങണം. എത്രയാണ് ഫോൺ ഓഫ് ചെയ്തേക്കണം. പണ്ട് കാലത്തൊന്നും മൊബൈലൊന്നും ഉണ്ടായിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞാലോ പിന്നെ അറിയില്ല. എത്ര കഴിഞ്ഞാൽ പിന്നെ ഫോൺ കുത്തിയിരിക്കരുത്. ഉറങ്ങണം. സൗന്ദര്യം നഷ്ടപ്പെടും. പെണ്ണിട്ടണ്ടേ പെൺപിള്ളേർ സൗന്ദര്യം നോക്കും. നമ്മൾ പെൺപിള്ളേരുടെ സൗന്ദര്യം മാത്രം നോക്കിയാൽ പോരാ. തിരിച്ചോള് പറയും കുട്ടി കണ്ണാടി നോക്കിയെന്ന് പറയും. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാണാനുണ്ടാവണം. രാത്രിയിൽ ഉറക്ക് ആരോഗ്യത്തിന്റെ മെയിൻ സംഭവമാണ്. ചില ആൾക്കാരെ കണ്ട ഡോക്ടർമാർ ചോദിക്കുമല്ലോ, ഉറക്കം കണ്ടാൽ മനസ്സിലാവും. വളരെ ശ്രദ്ധിക്കണം. മാത്രമല്ല ഒന്നാമത് രാത്രി ഉണ്ടാക്കിയത് വിരിപ്പാണ് രാത്രി. ഉറങ്ങാനുള്ളതാണ് രാത്രി. നമ്മുടെ രാത്രിയുള്ള ജോലിയിൽ ഉറക്കത്തിലാണ്. നൈറ്റ് ഷിഫ്റ്റില്ലേ ഉറക്കത്തിലുണ്ടാവും. ജോലിക്കുള്ള സമയം പകലാണ്. പകല് ജോലി, രാത്രിയിൽ വിശ്രമം. എനിക്കിപ്പോൾ ഡ്യൂട്ടി ഉണ്ടാവില്ല. നിങ്ങൾക്ക് നൈറ്റ് ഉണ്ടാവും. ഡോക്ടർമാർക്കും ഉണ്ടാവും. ഉറക്കുന്നവരെ കഴിച്ചു എന്താ അസുഖം? പല്ലുവേദന, പിന്നെ പനി, 2 ഒറ്റ ഗുളിക. അത് ഉറക്കം വെച്ചിട്ട് അങ്ങനെ കുറെ ഗവൺമെന്റ് ഡോക്ടർമാരുണ്ട്. ശ്രദ്ധിക്കണം. പലരും കൃത്യമായിട്ട് പങ്കെടുക്കണം. ഹിർസ് ഉണ്ടാവണം. ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കും. പിന്നെ ഇത് 3 കൂടി ചേർന്നാൽ ആ പദവിയിലെത്താൻ പറ്റും. ഇതുവരെ ആ പദവിയിലെത്തിയവരാരും ജനിച്ചു വീണപ്പോൾ ആ പദവിയുള്ളവരല്ല. അവർ പിന്നെ പരിശ്രമിച്ചുണ്ടാക്കിയതാണ്. അല്ലാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും അടുപ്പവും അവർ ഈമാനിലും വിവാദത്തിലും കൂടി ഉണ്ടാക്കിയതാണ്. അതാണ് അൽ-ഇഹ്സാൻ. മറാത്തിബുദ്ദീൻ അൽ-ഇസ്ലാം, അൽ-ഈമാൻ, അൽ-ഇഹ്സാൻ. ബാക്കിയുള്ള ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത